ആദ്യ OTT അപ്ഡേറ്റ് ദ കേരള സ്റ്റോറി 2 എന്ന സിനിമേന്റെയാണ് ഗോസ് ബിയോണ്ട്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ ZEE5 ആണ് മേടിച്ചത്. ZEE5 ഈ വരുന്ന മെയ് മാസം 8-ാം തീയതിയാണ് പടം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ പല ഭാഷകളിലായിട്ടാണ്. പടം ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായിരുന്നു. ഈവൻ കേരളത്തിലാണെങ്കിലും സിനിമയ്ക്ക് വൻ ഫ്ലോപ്പ് ആണ്. എന്തായാലും പടം ബോക്സ് ഓഫീസിൽ ഡിസാസ്റ്റർ ആയിട്ടാണ് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. മെയ് 8 സിനിമ OTT റിലീസ് ഡേറ്റ്. അടുത്ത OTT അപ്ഡേറ്റ് ആട് 3 സിനിമേന്റെയാണ്. നമ്മുടെ ജയസൂര്യ നായകനായിട്ട് അഭിനയിച്ച ഈ വർഷം പുറത്തിറങ്ങിയ ഒരു ഹിറ്റ് സിനിമയാണ് നമ്മുടെ ആട് 3 എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ OTT അവകാശം ZEE5 ആണ് മേടിച്ചത്. മലയാളത്തിലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് ആട് 3 എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യുന്നത്. എന്തായാലും പടം ഹിറ്റ് ആണോ ഫ്ലോപ്പ് ആണോ എന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. അറിയാൻ താല്പര്യമുള്ളവർ എന്തായാലും ചാനൽ ചെക്ക്ഔട്ട് ചെയ്യുക. പടത്തിന്റെ ഫൈനൽ കളക്ഷൻ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് മാർവൽ ആരാധകർക്ക് തന്നെയാണ്. മാർവലിന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന മറ്റൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു സീരീസ് എന്ന് വേണേൽ പറയാൻ സാധിക്കും, നമ്മുടെ സ്പൈഡർ നോയർ. എന്തായാലും സ്പൈഡർ നോയറിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഒക്കെ പുറത്തിറങ്ങിയതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതുപോലെ തന്നെ കളർ ഫോർമാറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സീരീസ്. മെയ് 27-ാം ആമസോൺ പ്രൈം വഴി സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന സ്പൈഡർ നോയർ കാത്തിരിക്കുകയാണ് ചെയ്യാൻ നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിട്ട് ടൊവിനോ തോമസ് സിനിമേന്റെയാണ്. എന്തായാലും പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ സോണി ലിവ് മേടിച്ചു എന്നാണ് കേൾക്കാൻ സാധിക്കും. റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണെങ്കിലും നമ്മുടെ സോണി ലിവ് ആയിട്ടാണ് ഡീൽ ഉറപ്പിച്ചത്. എന്തായാലും ഇപ്രാവശ്യവും സോണി ലിവ് ആണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും സോണി ലിവ് ആണെങ്കിൽ സിനിമ ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതി അല്ലെങ്കിൽ 12-ാം തീയതി ആയിട്ടാണ് സ്ട്രീമിംഗ് ഡേറ്റ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മെയ് മാസം ലാസ്റ്റ് ആയിട്ട് 27-29-ാം തീയതി വരാനും ചാൻസ് കാണുന്നുണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ മോഹിനിയാട്ടം സിനിമേന്റെയാണ്. ഭരതനാട്യം സിനിമ സെക്കൻഡ് പാർട്ട്. എന്തായാലും ഭരതനാട്യം എന്ന സിനിമ ആമസോൺ പ്രൈമിലും മനോരമ മാക്സിലും ഒരേ സമയത്താണ് സിനിമ OTT റിലീസ് ചെയ്തത്. ഇപ്രാവശ്യം സിനിമയുടെ 2-ാം ഭാഗം ഇതേപോലെ OTT റിലീസ് ചെയ്യുമെന്നാണ് ഹെൽത്ത് ചാൻസ് കാണുന്നത്. എന്തായാലും മെയ് 22 അല്ലെങ്കിൽ 29-ാം തീയതിക്കുള്ളിൽ എന്തായാലും പടം OTT റിലീസ് ചെയ്യാൻ പോവുകയാണ് ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ മനോരമ മാക്സിലും. എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. എന്തായാലും തിയേറ്ററിലെ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ LIK എന്ന് പറഞ്ഞ സിനിമയാണ്. ലവ് ഇൻഷുറൻസ് കമ്പനി, പ്രദീപ് രംഗനാഥൻ അതുപോലെ തന്നെ കീർത്തി ഷെട്ടി, SJ സൂര്യ എന്നിവരൊക്കെയാണ് പടത്തിൽ അഭിനയിച്ചത്. ഡ്യൂഡ് സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമയാണ്. വളരെ പെട്ടെന്ന് തന്നെ 100 കോടിയിൽ എത്താതെ പോകുന്ന ഒരു തമിഴ് സിനിമ ഇദ്ദേഹത്തിന്റെ. എന്തായാലും പടത്തിന്റെ OTT റിലീസ് ഡേറ്റ് എസ്റ്റിമേറ്റ് ആയിട്ട് മെയ് 8-ാം തീയതി ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക് ഭാഷയിൽ സ്ട്രീമിംഗ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് വാഴ 2 സിനിമേന്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. പടം ഈ വരുന്ന മെയ് മാസം 15-ാം തീയതിയാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പ്ലാനിങ് കാണാൻ സാധിക്കുന്നത്, ഇനീഷ്യലായിട്ട് പല ഭാഷകളിലായിട്ട്. എന്തായാലും തെലുങ്ക് റിലീസ് കഴിഞ്ഞ ദിവസമാണ് വന്നത്, തമിഴാണെങ്കിൽ അടുത്ത ആഴ്ചയാണ്. അപ്പൊ എന്തായാലും റിലീസ് നല്ല രീതിയിൽ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ട് പോകുന്നതുകൊണ്ട്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ സിനിമയുടെ സെക്കൻഡ് പാർട്ടായ റിവെഞ്ച് സിനിമേന്റെയാണ്. എന്തായാലും പടത്തിന്റെയും OTT അവകാശങ്ങൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അല്ല, ഇപ്രാവശ്യം ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മെയ് മാസം 14-ാം തീയതിയാണ് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി പല ഭാഷകളിലായിട്ട് പടം OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഫസ്റ്റ് പാർട്ട് മലയാളത്തിൽ കാണാൻ സാധിച്ചില്ല. എന്തായാലും സെക്കൻഡ് പാർട്ട് നമുക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ കാണാൻ സാധിക്കും, ദുരന്തർ 2 റിവെഞ്ച് എന്ന സിനിമേന്റെ. അടുത്ത OTT അപ്ഡേറ്റ് ഡക്കിയോട്ട് എ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. പടത്തിന്റെ OTT അവകാശം നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചത്. സിനിമ ഈ വരുന്ന മെയ് മാസം 15 അല്ലെങ്കിൽ 29-ാം തീയതിക്കുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മെയ് 8-ാം തീയതി വരാനും ഹൈ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഡക്യൂട്ട് എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമല്ല, ഒരു ആവറേജ് ആണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഡക്യൂട്ട് എന്ന സിനിമേന്റെ OTT റിലീസിനായിട്ട് ആമസോൺ പ്രൈമിലൂടെ. മറ്റൊരു OTT അപ്ഡേറ്റ് ബൈക്കർ എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. ബൈക്കർ എന്ന് പറഞ്ഞ സിനിമ മെയ് മാസം 1-ാം തീയതിയാണ് OTT റിലീസ് ചെയ്യുന്നത്. ഈ തെലുങ്ക് സിനിമ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ടായിരിക്കും ബൈക്കർ എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ്.